അഞ്ചൽ ഏരൂർ നെട്ടയത്ത് കോൺഗ്രസ് നേതാവായ രാമഭദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരെന്ന CBI കോടതിയുടെ വിധി. കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കരെയാണ് കുറ്റക്കാരനായി കോടതി വിധിച്ചത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനുമായ S. ജയമോഹൻ ഉൾപ്പെടെ 4 പ്രതികളെ വെറുതെ വിടുകയും ചെയ്തു. ശിക്ഷാവിധി ജൂലൈ 30 പ്രഖ്യാപിക്കും. തിരുവനന്തപുരം CBI പ്രത്യേക കോടതിയാണ് രാമഭദ്രൻ കൊലക്കേസിൽ വിധി പ്രഖ്യാപനം നടത്തിയത്. 2010 ഏപ്രിൽ 10 INTUC നേതാവായ രാമഭദ്രൻ കൊല്ലപ്പെട്ടത്. കരഞ്ഞു കാല് പിടിച്ചിട്ടും പ്രതികൾ യാതൊരു ദയയും കാട്ടാതെ തങ്ങളുടെ കൺമുമ്പിലിട്ട രാമഭദ്രനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന ഭാര്യയുടെയും 2 പെൺമക്കളുടെയും മൊഴിയാണ് കേസിൽ നിർണായകമായത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 302, 120B, 201 വകുപ്പുകളും 20, 27 ആംസ് ആക്ട് എന്നീ വകുപ്പുകളും പ്രകാരമാണ് പ്രതികൾക്കെതിരെ വിധി പ്രഖ്യാപനം നടത്തിയത്. ജയമോഹന് പുറമെ റിയാസ്, മാക്സൺ, യേശുദാസ്, റോയ്ക്കുട്ടി എന്നിവരെയും കോടതി വെറുതെ വിട്ടു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഗിരീഷ് കുമാർ, അഫ്സൽ, നജുമൽ, ഷിബു, വിമൽ, സുധീഷ്, ഷാൻ, രതീഷ്, ബിജു, രഞ്ജിത്ത, സാലി എന്ന കൊച്ചുണ്ണി, റിയാസ് എന്ന മുനീർ, CPM മുൻ അഞ്ചൽ ഏരിയ സെക്രട്ടറി PS സുമൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം ബാബു പണിക്കർ എന്നീ 14 പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 2ാം പ്രതി പമ്മൻ വിചാരണയ്ക്കിടെ ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ 16ാം പ്രതി സുമൻ, 17ാം പ്രതി ബാബു പണിക്കർ എന്നിവർക്ക് 3 വർഷത്തിന് താഴെ ശിക്ഷ ലഭിക്കാനുള്ള കുറ്റങ്ങളായതിനാൽ കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കൊലപാതകം നടന്ന 14 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പ്രഖ്യാപിക്കുന്നത്. അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് കാട്ടി കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും തുടർന്ന് CBI കേസ് ഏറ്റെടുക്കുകയുമായിരുന്നു. CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ KT തോമസിന്റെ നേതൃത്വത്തിൽ 4 വർഷം കൊണ്ടാണ് അന്വേഷണ നടപടികൾ പൂർത്തീകരിച്ചത്. നിലവിൽ CBI കോടതിയുടെ വിധി പ്രസ്താവനത്തിൽ തൃപ്തരാണെന്നും ജൂലൈ 30 കൊലക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ കോടതി വിധിക്കുമെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. കോടതി നടപടികളിൽ വിശ്വാസമുണ്ട്. ശിക്ഷാവിധികൾ കൂടി അറിഞ്ഞ ശേഷം മാത്രമേ തുടർ നടപടികളെപ്പറ്റി ചിന്തിക്കൂവെന്നും രാമഭദ്രന്റെ കുടുംബം പറയുന്നു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.